ഹേ ഗായ്സ്, ഞങ്ങളുടെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരം ചായയും പഴവും തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എവിടെയെങ്കിലും പോയാലോ എന്നോർത്തത്. ഞങ്ങൾ ഒറ്റക്കല്ല സാറേ, ഇവരുമുണ്ട്. അടുത്ത വീട്ടിലെ ദേവുനും ദേവികേനെയും കൂട്ടി ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. നല്ല കാലാവസ്ഥ, തെളിഞ്ഞ മാനം, പച്ചവിരിച്ച ഭൂപ്രകൃതി. ഹാ, എത്ര മനോഹരം. കുറേ ദിവസമായിട്ട് മഴയോട് മഴയായിരുന്നു. ഇന്നാണിപ്പോൾ ഒന്ന് തെളിഞ്ഞത്. അപ്പം തന്നെ ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അമ്പലം വീടിൻ്റെ അടുത്ത് തന്നെയാണ്, റോഡിൻ്റെ അടുത്താണ്. അമ്പലമല്ല, ശരിക്കും അത് കാവാണ്. കായപ്പൊയിൽ ശ്രീ കായ ഭഗവതിക്കാവ്. അവിടെ കായ ഭഗവതിയാണ് പ്രധാന പ്രതിഷ്ഠ. പൊട്ടൻ തെയ്യം, മുടിയൻ തെയ്യം, കരിമണൽ ചാമുണ്ടി, വിഷ്ണുമൂർത്തി തുടങ്ങിയ ദൈവങ്ങളുണ്ട്. അപ്പോൾ ഉത്സവം നടക്കുക ഫെബ്രുവരിയിലാണ്. നിത്യപൂജയൊന്നുമില്ല, ദിവസം വിളക്ക് കത്തിക്കുന്നതല്ലാണ്ട് നിത്യപൂജയൊന്നുമില്ല. അതുകൊണ്ട് അമ്പലത്തിൽ തിരക്കൊന്നുമില്ല. ഇക്കുവും ഇച്ചുവും പിന്നെ എവിടെയെങ്കിലും പോകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അവരിങ്ങനെ എക്സൈറ്റ്മെൻറ്റോട് കൂടി നോക്കുകയെന്നല്ല. പിന്നെ ഇക്കുവിന് നിൽക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ടാണ് കുറച്ചൊന്നും പിടിക്കാണ്ട് നിന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങനെ അമ്പലമൊക്കെ നോക്കി ആസ്വദിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ വരാൻ 6 മണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ അമ്പലത്തിൽ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പോയ ഉടനെ തൊഴുതു. പിന്നെ നല്ല വഴിക്കുള്ളത് കൊണ്ട് അമ്പലത്തിന് പ്രദക്ഷിണമൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് തൊഴുതിറങ്ങിയെന്ന് മാത്രം. മഴയും വെയിലും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ചുറ്റൊക്കെ കാടൊക്കെ കയറിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അമ്പലത്തിൽ തൊഴുതിറങ്ങിയ ശേഷം നമ്മൾ കുളം കാണാൻ പോയി. കാവിനോട് ചേർന്നിട്ട് തന്നെയാണ് കുളമുള്ളത്. കുളത്തിലങ്ങനെ കുളിക്കാനോ നീന്തൽ പഠിക്കാനോ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല, നല്ല ആഴമുള്ളത് കൊണ്ട്. മഴ പെയ്തുകൊണ്ട് വെള്ളമൊക്കെ പൊന്തിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഓടത്തിൻ്റെ ഇലകളൊക്കെ വീണ് അടിഞ്ഞിട്ടുണ്ട്. അവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് മേലെ നിന്ന് കണ്ടു തിരിച്ചു വന്നു. അമ്പലത്തിൽ അധികം നേരമൊന്നും നിന്നിട്ടുണ്ടായില്ല. മഴക്കാറ് തെളിഞ്ഞ സന്തോഷത്തിൽ ആരും കുടയെടുക്കാണ്ടാണ് വന്നത്. ആരുടെയോ ഭാഗ്യത്തിന് മഴ പെയ്തിട്ടില്ല. പിന്നെ വരുന്ന വഴിയിലാണ് ഒരു അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കുട്ടി വൈഷ്ണവി നമ്മുടെ ഇക്കുവിനും ഇച്ചുവിനും കണ്ടിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി. അപ്പോൾ കുട്ടിയുടെ അടുക്ക ജസ്റ്റ് ഒന്ന് പോയി. വരുന്ന വഴിയിലാണ് ജേസൻ ചേട്ടൻ, അതായത് നമ്മൾ ദേവുവിൻ്റെയും ദേവികേൻ്റെയും അച്ഛൻ ഓട്ടോയും കൊണ്ട് വരുന്നുണ്ടത്. നമ്മൾ നോക്കിയാൽ കാണുന്നിടത്താണ് നമ്മൾ വീട്, റോഡിൽ നിന്ന് നോക്കിയാൽ കാണുന്നിടത്ത്. പക്ഷേ ഓട്ടോ കണ്ട സന്തോഷത്തിൽ നമ്മളെല്ലാം കുത്തിഞ്ഞെരിഞ്ഞതിൽ കയറിയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.